കഴിഞ്ഞ 2 ദശകങ്ങളിലായി സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകൾ കാഴ്ചവെച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് 25 ആലപ്പുഴ കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ സെപ്റ്റംബർ 27 നടക്കും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന KCCL, KVBL കമ്പനികളുടെ സംരംഭക കൺവെൻഷനാണ് 27-ാം തീയതി ആലപ്പുഴ കാംലെറ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അസൂയാവഹമായ പുരോഗതി കൈവരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷനിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലും ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് അതിൻ്റെ കണക്ടിവിറ്റി വലിയ തോതിൽ കുറഞ്ഞു വരുമ്പോഴും കേരള വിഷനെ സംബന്ധിച്ച് ആ കണക്ടിവിറ്റി നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. മാത്രമല്ല, വലിയ മത്സരം നിലനിൽക്കുന്ന ബ്രോഡ്ബാൻഡ് രംഗത്ത് 13 ലക്ഷം കണക്ടിവിറ്റി എന്ന ഒരു ലക്ഷ്യം നമുക്ക് കൈവരിക്കാനും കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 1000 കോടി ടേൺ ഓവർ കൈവരിച്ചുകൊണ്ടാണ് കേരളത്തിലെ 3500ഓളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 1500ഓളം പേർ പങ്കെടുക്കുന്ന ഈ കൺവെൻഷൻ, സംരംഭക കൺവെൻഷൻ വിഷൻ സബ്മിറ്റ് 2025 എന്ന പേരിൽ 27-ാം തീയതി ആലപ്പുഴയിൽ നടക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ MP കൂടിയായ KC വേണുഗോപാലാണ്. ഇതാണ് പൊതുവായി സൂചിപ്പിക്കുവാനുള്ളത്. കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ചെയർമാൻ K. ഗോവിന്ദേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ പങ്കെടുക്കുന്നുണ്ട്. രജനീഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഗോവിന്ദേട്ടൻ മറ്റു വിശദാംശങ്ങൾ പറയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് കേരള വിഷൻ എന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 6000ഓളം കേബിൾ ഓപ്പറേറ്റർമാരുടെ മൂലധന നിക്ഷേപമാണ് ഈ കമ്പനികൾക്കുള്ളത്. ഈ കമ്പനി ടെലികോം മേഖലയിലുള്ള വലിയ ഭീമന്മാരോടാണ് മത്സരിക്കുന്നത്. രാജ്യത്തുള്ള ഇന്നത്തെ വലിയ ടെലികോം കമ്പനികൾ ഉള്ള ഒരു മാർക്കറ്റിൽ ടെലികോം മേഖലയിലുള്ള സർവീസിന് ഇന്ന് ദേശവ്യാപകമായ ഒരു റാങ്കിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 6ാമത്തെ പൊസിഷനാണ് കേരള വിഷനുള്ളത്. അതുപോലെ തന്നെ MSO ബിസിനസ്സിൽ കേബിൾ ടി വി ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ കേബിൾ ടി വി മാർക്കറ്റിൽ 4ാമത്തെ പൊസിഷനാണ് കേരള വിഷനുള്ളത്. അങ്ങനെ ഇത് സാധ്യമായത് വളരെ ജനാധിപത്യപരമായ ഒരു ആർക്കിടെക്ചറാണ്, ഒരു ഘടനയാണ് കേരള വിഷൻ ഉപയോഗിക്കുന്നത്. കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പിന്തുണയോടുകൂടി പ്രാദേശികമായ ചെറിയ കൊച്ചു കമ്പനികളും സംസ്ഥാന തലം വരെയുള്ള വലിയ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെയുള്ള കമ്പനികളെല്ലാം കൂടിച്ചേർന്ന വളരെ സങ്കീർണമായ ഒരു വിതരണ ശൃംഖലയാണ് അതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർക്കിടെക്ചർ, ഈ ഒരു രീതി ഉപയോഗിക്കാൻ മറ്റ് കോമ്പറ്റേറ്റർമാരായ കമ്പനികൾക്ക് കഴിയില്ലെന്നുള്ളതാണ് ഒരു സവിശേഷത. കേരള വിഷൻ ഈ കഴിഞ്ഞ വർഷം വളരെ നിർണായകമായ അച്ചീവ്മെൻറ്റുകൾ നേടാൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യത്യസ്തമായ ബിസിനസ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റ് നഗരങ്ങളിൽ എവിടെയും കേരള വിഷൻ്റെ സാന്നിധ്യമില്ല. കേരളത്തിൽ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളത് മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ആൾറെഡി കുറേ കണക്ഷനുകൾ നൽകി കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ വളരെ വലിയ തോതിലുള്ള ഒരു മൈഗ്രേഷനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കേരള വിഷന്റെ അതിൻ്റെ ഒരു പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി മറ്റ് വിവിധ ടെലികോം കമ്പനികളുടെ കേബിളുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം സ്വന്തമായ ഒരു ഭൂഗർഭ കേബിൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇടാനുള്ള ഒരു പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ എല്ലാവിധ ഒരു ബിൽഡിംഗ് മാനേജ്മെന്റ് സൊല്യൂഷൻ, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് മാനേജ്മെന്റ് സൊല്യൂഷൻ ഞങ്ങൾ ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി സർവീസുകൾ, അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ, സർജിലൻസ് ക്യാമറകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഈ ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ, അങ്ങനെ വലിയ ഷോപ്പിംഗ് അതല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലുള്ള എല്ലാ രംഗത്തുമുള്ള ടോട്ടൽ ബിൽഡിംഗ് മാനേജ്മെന്റ് സൊല്യൂഷൻ എന്ന ഒരു ഘടന, ഒരു സെഗ്മെന്റ് കൂടി ഇത്തവണ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വൈവിധ്യമായ മേഖലകളിലേക്ക് കൂടി കേരള വിഷൻ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്.
അതിൻ്റെ ഇത്തരം പദ്ധതികളുടെ പലതിൻ്റെയും പുതിയ ചില പദ്ധതികളുടെ പ്രഖ്യാപനവും അതുപോലെ നിലവിലുള്ള പദ്ധതികളുടെ അവലോകനവും നടത്തുന്ന ഒരു വേദിയാണ് ഈ കൺവെൻഷൻ. കൺവെൻഷനിൽ വ്യത്യസ്ത മേഖലകളുള്ള വിദഗ്ധരായ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകും, അവരുടെ പ്രസന്റേഷനുകൾ ഉണ്ടാവും. കേരള വിഷന്റെ തന്നെ റിസോഴ്സ് ആയിട്ടുള്ള ആളുകളുടെ നിലവിലുള്ള പദ്ധതികളുടെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ചേർന്നാണ് ഇവിടെ നടക്കുന്നത്. ഈ കൺവെൻഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 6000-ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികളായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 1500 എന്റർപ്രണേഴ്സ് ആണ് അതിൽ പങ്കെടുക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സമാഹരിച്ചുകൊണ്ട് കൂടുതൽ പദ്ധതികളിലേക്കും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള ഒരു ഇടപെടലാണ്, ഒരു പ്രവർത്തനമാണ് ഈ വിഷൻ സമ്മിറ്റ് എന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്, ഇതിനുശേഷം ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡും കൂടി കേരള വിഷൻ ന്യൂസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അത് വൈകിട്ട് 5 മണിക്കാണ്. അത് കേരളത്തിലെ തന്നെ ഓരോ ജില്ലകളിലെയും 10 മികച്ച കുടുംബശ്രീകളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു എന്റർപ്രണർ അവാർഡാണ്. അത് ഏതാണ്ട് 9ാമത്തെ ജില്ലയാണ് ഇപ്പോൾ ആലപ്പുഴ. കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെയും 10 മികച്ച കുടുംബശ്രീ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന ഒരു എന്റർപ്രണർ അവാർഡാണ്. അതിനുശേഷം അതിൻ്റെ ഒരു സംസ്ഥാനമൊട്ടുക്കുള്ള ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഒരു ഇവന്റുകളും ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ 4 മണിക്ക് നമ്മൾ ഇതിനോടനുബന്ധിച്ച് കുടുംബശ്രീ എന്റർപ്രണർ അവാർഡും കൂടി നടക്കുന്നുണ്ട്. അത് മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിഭാഹരി MLA തുടങ്ങിയ പ്രമുഖരും അതിൽ പങ്കെടുക്കുന്നുണ്ട്.